മോർണിംഗ്. ഇപ്പൊ നമ്മൾ ഇന്ന് എവിടെയാ പോവാ? വണ്ടിയുടെ പുക എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ പോലീസ് വിളിക്കും. ഓക്കെ? എന്താ നമുക്ക് വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരാം. നമ്മുടെ ആക്ച്വലി ഒരു 2-3 days ആയി കഴിഞ്ഞിട്ട് എക്സ്പയർ ആയി. അപ്പോൾ നമുക്കത് പോയിട്ട് റിന്യൂ ചെയ്തിട്ട് വരാം. അതിന് നമ്മൾ പൊല്യൂഷൻ സെൻറ്ററിൽ വന്നേക്കുവാണ്. അടുത്ത് തന്നെയാണ് പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. എനിക്ക് ആക്ച്വലി ഇത് വണ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ ചേട്ടനാണ് സാധാരണ പോകാറുള്ളത്. ഇന്ന് വീക്കെൻഡാണ്, എനിക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പോയതാണ്. ഇപ്പോൾ ചേട്ടൻ അതിൻ്റെ എക്യുപ്മെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുക ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നു. നമുക്കാണെങ്കിൽ അത് നമുക്ക് പോലീസ് വല്ലതും ചെക്കിങ് വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റാണേ. അതിന് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു. നമ്മൾ എത്തിയേക്കുന്ന ഒരു അക്വേറിയം ഷോപ്പിലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ ഡിസൈഡ് ചെയ്തായിരുന്നു അക്വേറിയം ഷോപ്പിൽ പോകണം, നമുക്ക് കുറച്ച് മീനെയൊക്കെ മേടിക്കണമെന്ന്. ആക്ച്വലി നമ്മുടെ കയ്യിലൊരു കുട്ടി ടാങ്ക് ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് മീനെയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുവാണേ. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഓഫ് മീനുകളുണ്ട്. ഇത് നിയോൺ ടെട്രയാണ്. നല്ല ഭംഗിയില്ലേ, എന്ത് രസമല്ലേ. ചേട്ടൻ അത് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ നോക്കുവാണ്. എന്നിട്ട് ആ ചേട്ടനോട് കൺഫേം ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഞാൻ അതിലെ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. ഞാനെപ്പോഴും വലിയ മീനുകളെ മേടിക്കാനാട്ടോ ഇഷ്ടം. കാരണം എനിക്ക് അക്വേറിയത്തിൽ അത് കുറച്ചെണ്ണം കാണുമ്പോഴത്തേക്കും ഫില്ലായ പോലെ തോന്നും. കുഞ്ഞു മീനുകളാണെങ്കിൽ കുറേ വേണ്ടേ. അപ്പോൾ ഞാനതിങ്ങനെ പറയുവാണ്. പിന്നെ ഞാൻ ചോദിക്കുക, എന്താ ബേർഡ്സിനെ മേടിക്കാതെ ഫിഷിനെ മേടിക്കുന്നതെന്ന്. അതിൻ്റെ ആൻസർ എനിക്ക് തന്നെ അറിയാം കേട്ടോ. ഫിഷ് ആകുമ്പോൾ വൃത്തിയേടൊക്കെ ആക്കിയാൽ, വൃത്തിയേടല്ല, അവരിങ്ങനെ വയറ്റിൽ നിന്നൊക്കെ പോകുമല്ലോ, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ കുറച്ച് പാടാണല്ലോ. മീനിൻ്റെ ആകുമ്പം അതത്ര കുഴപ്പമുള്ള കാര്യമല്ല. പിന്നെ അധികം മണം അങ്ങനെയൊന്നും അക്വേറിയം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ ഉണ്ടാവില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ അക്വേറിയം വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരും. നമുക്ക് എന്തെങ്കിലും കണ്ണേറൊക്കെ കിട്ടുവാണെങ്കിൽ ഈ മീൻ ചത്തുപോകും. അങ്ങനെ നമുക്ക് കിട്ടുന്ന കണ്ണൊക്കെ മീനിന് കിട്ടി ചത്തുപോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ചെരിഞ്ഞു മറിഞ്ഞൊക്കെ നിന്ന് ഏത് ആംഗിളിലാണ് കൂടുതൽ ലൈറ്റ് കിട്ടുന്നത്, ഏത് ആംഗിളാണെന്നൊക്കെ ഞാനിങ്ങനെ നോക്കുവാണേ. അവസാനം നമ്മൾ 4 നിയോൺ ടെട്രേനെ മേടിക്കാമെന്ന് വിചാരിച്ചേ. നമ്മുടെ തള്ളലൊക്കെ കേട്ട ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ തന്നെ പിടിക്കുന്നോ, നിങ്ങൾ തന്നെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുൻ തന്നെ പിടിക്കുവാണ്. ഇത് കണ്ടോ, ഒരു നീല കളറ്, അത് മെത്തലിൻ ബ്ലൂവിലിട്ട് വെച്ചേക്കുന്ന കേട്ടോ മീനിനെ. ഒരു കുഞ്ഞു തുള്ളി മെത്തലിൻ ബ്ലൂവേ ഒഴിക്കത്തുള്ളേ. ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മീനിന് വരുവാണെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഉപ്പുകല്ലും നമുക്ക് വേണമെങ്കിൽ അതിലിടാവേ. അപ്പം നമ്മുടെ മീനിനെ കിട്ടി. കൂടെ 2 അക്വാട്ടിക് പ്ലാന്റ്സും നമ്മൾ മേടിച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മളത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. നമ്മളൊരു തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ കയറി. അവിടുത്തെ ചായ യൂഷ്വലി എനിക്കിഷ്ടമാണ്. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ, പക്ഷേ എനിക്കിഷ്ടമാണ്. ഇത് രാവിലെ തന്നെ ആയതുകൊണ്ട് അവർ ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഡെസ്കൊക്കെ എടുത്ത് മുകളിൽ വെച്ചേക്കുവാണ്, അവർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ 2 പരിപ്പുവടയല്ല, 2 സമൂസയും 2 പത്തിരിയും പറഞ്ഞു. പിന്നെ ഒരു ചായയും ഒരു കാപ്പി. ഞാൻ കാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ദിവസം കേട്ടോ. വീക്കെൻഡിൽ ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അപ്പടി വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം 2 പേരും കൂടെ ചെയ്യണമെന്നാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ജനറേഷനിൽ ഇക്വാലിറ്റി അങ്ങനെയൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ഒരാൾ തന്നെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ചില ദിവസങ്ങളിൽ നമുക്ക് 50-50 ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാൾ 90% ചെയ്താൽ നമുക്ക് 10% ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ തിരിച്ചായിരിക്കും വേറെ ദിവസങ്ങളിൽ. അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. ആക്ച്വലി ഞാനതിനിടയ്ക്ക് ഒന്ന് തൂത്തിട്ടുണ്ടായിരുന്നു, തറയൊന്ന് തുടച്ചായിരുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ ഓൾറെഡി വിരിച്ചിട്ടതാണ്. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിലോ എന്നൊക്കെ അത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഞാൻ പിന്നെ ഇതേ കേർട്ടനൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. നമ്മളൊന്ന് പുറത്തു പോവാണ്, അതാണ് കേർട്ടൻ അടച്ചിട്ടേ. മഴയാ, ഓടട്ടെ. ജിമ്മ് എന്താ, ജിമ്മല്ല, പാർക്കിങ്ങാ. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് വേണ്ട കല്ലുകളാട്ടോ നമ്മൾ തപ്പുന്നത്. ഇച്ചിരി വലിയ കല്ല് വേണേ. ഫ്ലാറ്റിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് നമ്മൾ തപ്പുവാണേ. കല്ല് കിട്ടിയോ? എന്താ കുരാശുണ്ട് എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ്. ദും 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 ദും. അതിട്.
മറ്റു സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ രസമുണ്ട് കേട്ടോ. കല്ല് കിട്ടിയില്ല ഗൈസ്, നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് അക്വേറിയം സെറ്റ്. ഞാൻ പിന്മാറിയെങ്കിലും ജെറി മുന്നോട്ട് തന്നെ നടന്നു കേട്ടോ. അവിടെ നോക്കിയിട്ട് ആ സൈഡിൽ നിന്നൊരു കല്ലെടുത്തിട്ട് ഇപ്പം വരും. ദേ വന്നു. എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അങ്ങോട്ടുള്ള പോലത്തെ കല്ലുകൾ ഇവിടെ ഉണ്ടാവില്ല. കുറച്ച് കുത്തനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കല്ല് കിട്ടും. ഇച്ചിരി പാടാ ചർച്ച. ഇവിടെ ഒരു തോണിയുണ്ട്, നമ്മൾ വീട്ടിൽ കാണുന്നത്. അവിടെയാണല്ലോ നമ്മുടെ വീട്. അവിടെ നീ കാണുന്നത് ഈ തോണിയാണ്. എനിക്കത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രം പോകുന്ന തോണിയാണ്. അവിടെ ചൂണ്ടയിടുന്ന ഒരു ചേട്ടനോട് ചുമ്മാ കുശലം ചോദിക്കുകയാണ്, നമുക്ക് ചൂണ്ടയിടാൻ പറ്റുമോ, എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ, മീനുണ്ടോ, അതൊക്കെ ചോദിക്കുകയാണേ. അതിൻ്റെ ഇവിടെ പായലുണ്ട്. ചിലപ്പോൾ ഇത് അക്വേറിയത്തിൽ വെച്ചാൽ നല്ലതായിരിക്കും. അല്ല, പായലോടെ വെച്ചാൽ ചില സമയത്ത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഈ വെള്ളത്തിൽ ഈ പായൽ മൊത്തം റെഡായി ആണോ? നമ്മളിപ്പോൾ വെക്കുന്ന എന്തായിരുന്നു? പായലല്ലേ? അല്ല, നമ്മൾ വെച്ചോണ്ടിരുന്ന മോസൊക്കെ ഇല്ലേ, ഇത് പായലല്ലേ? കാണാൻ രസമുള്ള പായലല്ലേ? ഇത് രസമില്ല. ഓക്കെ, കല്ലുണ്ട്, പക്ഷെ ഉദ്ദേശിച്ച പോലത്തെ കല്ലല്ലോ. ഡ്രിഫ്റ്റ് വുഡ് കിട്ടില്ലല്ലോ. എന്താണ് നിനക്ക് സുഖാണോ? പിന്നെ ഓൾറെഡി ഫിൽറ്റർ വാങ്ങിയിട്ട് എന്നിട്ട് റെയിൻബോ ഫിഷ് ചത്തുപോയാ? ബട്ട് പോയി ഏഞ്ചല് ചത്തുപോയി. കയ്യിലിരിക്കണ്ട്. എന്റെ ബിസിനസ് പാർട്ണറാന്നൊക്കെ ഒളിച്ചിരിക്കുന്ന ആളാണ്, എന്നെ കാണില്ല. നമ്മളെ ജിയോ മച്ചാന്റെ പോലെ പ്രവീൺ മച്ചാനെ ഞാൻ കാണൂല. ഇത് മഹേഷ് ചേട്ടനും മിൻഡ ചേച്ചിയും മാഡിയും ഇവരെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പാർട്ടാന്ന് വേണേൽ പറയാൻ കേട്ടോ. പക്ഷേ ഈ ഒരു പാർട്ടായിട്ട് ഒരു 1.5 കൊല്ലം ആയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ പിന്നെയാണ് ഇവരെ എനിക്ക് കിട്ടിയത്. ഇവർ ജെറിൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നല്ല, ഒരു സ്വന്തം ചേട്ടനും ചേച്ചിയും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞങ്ങൾ മൈസൂരായിരുന്നപ്പം സ്ഥിരമായിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. ഇവരോട് സംസാരിച്ചിരിക്കാൻ സമയം പോകുന്നതേ അറിയില്ല. മാഡിയുടെ കൂടെയുള്ള പ്ലേ ടൈം ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഞാനും അവനും ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയായിരുന്നു. നല്ല രസമായിരുന്നു ആ സമയമൊക്കെ. നമ്മൾ കൊച്ചിയിലേക്ക് മൂവ് ആയി കഴിഞ്ഞപ്പം അതൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഇവിടെ അടുത്തൊരു കുഞ്ഞ് ഷാപ്പുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണേ. മാമല ഷാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ദേ നമ്മളവിടെ എത്തി. നല്ല മഴയാണ്. മഴയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണ്. നമുക്ക് ഒരു ക്യാബിൻ പോലെ ഒരു ഫാമിലി റൂമാണ് കിട്ടിയത്. നീ ചോദിക്കണം കാട്ടെന്നെ ചെയ്യും കാട. എന്താ വേണ്ട? ഇടിയർച്ച ഉണ്ടോ? ഇടിയർച്ച പറഞ്ഞില്ലേ? ഒരു ഇടിയർച്ച പറഞ്ഞു. ഒരു ഇടിയർച്ചയും പറയാം. പിന്നെന്താ ഒരു കാര്യം ഒരു ചെമ്മീനും പറഞ്ഞു. ശരിക്കും ഷപ്പി തെരഞ്ഞെടുത്താ നല്ല ടേസ്റ്റ് ഉണ്ട്. കാണിക്ക്.
നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റമൊക്കെ വന്നു കേട്ടോ. നമ്മളാണെങ്കിൽ മെയിനായിട്ട് ഓർഡർ ചെയ്തത് 2 മീൽസാണ്. മീൽസിന് സാമ്പാർ, ചെറിയൊരു തോരൻ, പപ്പടം, അച്ചാർ, പിന്നെ മീൻകറിയും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ റോസ്റ്റ്, പോർക്കാണ്. അതുപോലെ ഈ പോർക്കിൽ കുറേ നെയ് കഷ്ണങ്ങളാട്ടോ കൂടുതൽ, അല്ലാത്ത കഷ്ണങ്ങൾ കുറവായിരുന്നു. പൊറോട്ട പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. ചെമ്മീൻ റോസ്റ്റിൽ ഇച്ചിരി കുടംപുളിയുടെ ടേസ്റ്റ് കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കരിമീൻ പൊള്ളിച്ചത്, ഇതും ഓക്കെ ആയിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാൻ തോന്നിയില്ല, പക്ഷേ ഓക്കെ ആയിരുന്നു. ടേസ്റ്റ് കുറവുമില്ല, പക്ഷേ കപ്പ നല്ലതായിരുന്നു കേട്ടോ. കപ്പ നമ്മൾ ലാസ്റ്റാണ് പറഞ്ഞത്, അത് നല്ലതായിരുന്നു. അതുപോലെ ഇടിയിറച്ചിയായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ്. ഇടിയിറച്ചി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പോർക്കും ഞങ്ങൾ കഴിച്ചു, പക്ഷെ എന്നാലും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇഷ്ടമായത് ഇടിയിറച്ചിയായിരുന്നേ. അപ്പോൾ ഞങ്ങളതൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് കഴിച്ചു. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കള്ള് കിട്ടും കേട്ടോ, അവിടെ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അതും ഓർഡർ ചെയ്യാവേ. അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്തു, ഒട്ടും ബാക്കി വെച്ചില്ല. ഞങ്ങളെല്ലാവരും ഫുൾ കഴിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. കുറേ ആയി കണ്ടിട്ട്, ഒരു 1 മന്തായി. അപ്പോൾ ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പണ്ടേ തൃശ്ശൂർ വാസുവേട്ടൻ്റെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഫേമസ് ആയൊരു കടയാണ്, അവിടുത്തെ കാര്യമൊക്കെ പറയുവാണേ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ജ്വല്ലറിയുടെ ഫോട്ടോ എടുക്കുകയാണ്. എനിക്കും ചേച്ചിക്കും കൂടെ ഒരു കുട്ടി ബിസിനസ് ഉണ്ട്. ബൈ പ്രൊഫഷൻ ചേച്ചി ഒരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ ഒരു കുട്ടി പാഷനാണ് ഈ ബിസിനസ്. ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നമ്മളിങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുക, ഞങ്ങളതിന് വേണ്ടി സംസാരിക്കുക, ആ കാര്യങ്ങളൊക്കെ. പണ്ട് നമ്മളിതിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ സ്ഥിരമായിട്ട് ഒരുമിച്ച് പോകുമായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പോകാറില്ല. ഇത് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്, പേൾ നെക്ലേസ്. ഇതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുടെ പേജും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻ്റായിട്ടും കൊടുക്കാവേ. അപ്പോൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്യേണ്ട 2 ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെക്കുവാണ്, നമുക്കത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ ഈ ഷൂട്ട് ചെയ്തൊരു മാലയുണ്ട്, അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഇത് നമുക്ക് ചെട്ടിനാട് സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഏതൊക്കെ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മാഡിക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. അവൻ അവിടെ നിന്നൊന്നും കാര്യമായിട്ട് കഴിച്ചില്ല. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കനും പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതിനിടയിൽ കൂടെ അവനിങ്ങനെ അത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്, ഓരോ ഡിസൈനിനെ പറ്റിയും. ഇനി നമ്മൾ ഏത് ഡിസൈൻ എടുക്കണം അങ്ങനെയൊക്കെ. അങ്ങനെ സമയം 4 മണി ആയപ്പോഴത്തേക്കും അവർ പോവാറായി. ഇപ്പൊ പോയാൽ രാത്രി ആവുമ്പോഴെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് വരാം ചർച്ച. നമുക്ക് അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലറി ഡെലിവറി ചെയ്യാനുണ്ട്, അതും കൂടെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതിന്റെ ബോക്സ് ഒക്കെ വണ്ടിയിലില്ലേ ജ്വല്ലറിയുടെ? ഓക്കേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടി ഡെലിവറി ഉണ്ടെന്ന്, കസ്റ്റമറിനെ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അവരെ ഗേറ്റിൽ വെച്ചോളാനാണ് പറഞ്ഞത്. അതൊക്കെ കൊടുത്തു, ഇവരോട് ബൈ ഒക്കെ പറഞ്ഞ് ഇവർ പോവാണ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കും. ഒരു കുട്ടി 5 മിനിറ്റ് വോക്കേ ഉള്ളൂ. അപ്പം മാഡി എന്നോട് ഓരോ വിശേഷമൊക്കെ പറയുകയാണ്. അങ്ങനെ ബൈ പറഞ്ഞ് അവർ പോയി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നേരത്തെ മേടിച്ച് വെച്ച കുറച്ച് മീനുകളില്ലേ, അവർക്കൊരു വീടുണ്ടാക്കണ്ടേ. അങ്ങനെ നമ്മുടെ പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തേ, ഇതിൽ ഏതൊക്കെ പ്ലാന്റാണ് വെച്ചേ, അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് എന്താ കൊടുത്തേ, അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. ഒരു മോട്ടർ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, മോട്ടർ വെച്ചില്ലെങ്കിൽ നമ്മുടെ മീനുകളൊക്കെ ചത്തുപോകും. അതുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുവാണേ, സൃഷ്ടാവ് എത്ര മനോഹരമായാണ് ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. മനുഷ്യന് എത്ര സന്തോഷമാണ് ഇവ പകരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്ത് രസമല്ലേ ഈ കുഞ്ഞു മീനുകൾ. അവരറിയുന്നുണ്ടോ നമുക്ക് അവർ ഇത്രയും സന്തോഷം തരുന്നത്? ചില മനുഷ്യരും അതുപോലെയാണ്, അവരറിയില്ല അവരുടെ പ്രസൻസ് എന്തോരം നമുക്ക് ഹാപ്പിനെസ് തരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം അല്ലേ. അപ്പം ഇനിയൊരു കുട്ടി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാവേ. ബായ്.